ഹായ്, ഞങ്ങൾ ഇന്നിപ്പോൾ പോകുന്നത് സ്നോ സ്റ്റോമിലേക്കാണ്. അതിരമ്പള്ളി ചാലക്കുടി റൂട്ടിലാണ്. ഇവിടുന്ന് അതിരമ്പള്ളിയിലേക്ക് ഒരു 10 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് ഉണ്ടാവും. നല്ല റോഡൊക്കെയാണ് കേട്ടോ. നല്ല അധികം തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. പിന്നെ പോകുന്ന വഴി ചെറിയൊരു പേടി എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് ആന എന്തെങ്കിലും ക്രോസ് ചെയ്ത് വരുമോ, അങ്ങനെയൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അങ്ങനെ സ്നോ സ്റ്റോം എത്തി കേട്ടോ. സ്നോ സ്റ്റോമിൻ്റെയും സിൽവർ സ്റ്റോമിൻ്റെയും സെയിം എൻട്രൻസ് തന്നെയാണ്. നമുക്ക് സ്ലോട്ട് ടൈം കിട്ടിയേക്കുന്നത് 1 o'clock അപ്പോൾ 12:30 ഇപ്പോൾ ഞങ്ങളവിടെ എത്തി. പിന്നെ ആ ടൈമിൽ നമുക്ക് അവർ ജാക്കറ്റും ഗം ബൂട്ട്സ് ഗ്ലൗസ് എല്ലാം തന്ന് നമുക്ക് പ്രിപ്പയർഡൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതൊക്കെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടൊക്കെ അവിടെ ഇരിക്കാം. പിന്നെ സോക്സ് എന്തായാലും കമ്പൽസറി ആണ് കേട്ടോ. സോക്സ് ഒന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഗ്ലൗസ് ആദ്യം ട്രാൻസ്പെറൻറ്റ് ഗ്ലൗസാണ് ഇടേണ്ടത്. കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരും. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ -10 അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നല്ല തണുപ്പായിരിക്കുള്ളൂ. അപ്പോൾ കുട്ടികളും എല്ലാവർക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റണമെന്നില്ല തണുപ്പ്. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത അല്ലെങ്കിൽ ശ്വാസം മുട്ടലുള്ളവരോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്കവിടെ അറിയിക്കാം. അവരുടെ സ്റ്റാഫ് എല്ലാം അകത്തുണ്ടാവും. അപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോരാം. പുറത്ത് പോകുന്നതിനെ പിന്നെ റീഎൻട്രി അല്ല, അവിടെ അല്ല. ഫസ്റ്റ് തന്നെ ഈ ഗ്യാരേജിൻ്റെ അകത്താണ് കയറുന്നത്. ഇവിടെ നിന്നാണ് എൻട്രൻസ്. പിന്നെ ഫോണൊക്കെ അലൗഡാണ് കേട്ടോ. ഫോൺ കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എപ്പോഴും എടുക്കാൻ പറ്റില്ല. ഞങ്ങളപ്പോൾ കയറിയപ്പോൾ തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കയറിയത് ഫോണിൻ്റെ. ഇടയ്ക്ക് പിന്നെ കൈയൊക്കെ തട്ടുമ്പോൾ ഓഫാവും. പിന്നെ ഓൺ ചെയ്യണമെങ്കിൽ ഗ്ലൗസ് ഊരിയിട്ടാണ് പിന്നെ ഓൺ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും. നമ്മളെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് തരും നമുക്ക്. അപ്പോൾ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കിട്ടും. എത്ര എണ്ണം വേണമെങ്കിലും എടുത്ത് തരും. അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് അവിടെ സിസ്റ്റത്തിൽ കാണിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ലൈഫിൽ ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ കാശ്മീർ, മണാലി അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പെട്ടെന്ന് പോകാൻ പറ്റാത്തവർക്ക് തൽക്കാലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇഗ്ലൂ ഹൗസ്, പിന്നെ ഒരു ചെറിയ തൂക്കുപാലമുണ്ട്. കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട്. മേളിലോട്ടൊക്കെ പോകാൻ പറ്റും കിഡ്സ് ഏരിയ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഊതിയൊക്കെ നോക്കും. പുകയൊക്കെ വായുന്നത് നല്ല പുകയൊക്കെ പോകണ്ടായിരുന്നു. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. മേളിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേയും മേളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. ഈ റൈഡിൽ ഞങ്ങൾ 3 പേരും കയറി കേട്ടോ.
ഇതാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കുഞ്ഞു ജസ്റ്റ് സ്നോ ഏഞ്ചലായിട്ടൊന്ന് നോക്കിയതാണ്, അങ്ങനെ ചെയ്യാൻ നോക്കിയതാണ്. ഇത് ഒറിജിനൽ സ്നോ അല്ലാത്തതുകൊണ്ടിട്ടാണോ എന്നറിയില്ല, ശരിക്കും അങ്ങോട്ട് സെറ്റായില്ല. ഈ റൈഡിൽ ഞാനും കുഞ്ഞും കയറി കേട്ടോ. ഇത് നല്ല രസമായിരുന്നു. തല കറങ്ങുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണുന്ന സ്പീഡൊന്നും അങ്ങനെ തോന്നിയില്ല. കയറിയപ്പോൾ നല്ല രസമുണ്ട്, പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിയത്. പിന്നെ ഈ റൈഡ്സിലൊന്നും കയറാൻ എക്സ്ട്രാ ചാർജൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതിൽ കയറുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ എക്സ്ട്രാ ചാർജൊന്നും വേറെ റൈഡ്സിനൊന്നുമില്ല. ഇവിടെ ഒരു കഫേയും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഒരു കഫേ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ, തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും ഒരു കോഫി കുടിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഞങ്ങളും ഒരു കോഫി കുടിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. അപ്പോൾ ഇവിടെ കോഫിയും സൂപ്പും എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങൾ 2 കോഫിയും ഒരു ടൊമാറ്റോ സൂപ്പുമായിരുന്നു കുടിച്ചത്. ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് സ്നോഫോൾ വിത്ത് DJ ആണ്. അത് അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും മുകളിൽ നിന്ന് മെഷീനിൽ നിന്നാണ് അത് സ്നോഫോൾ ചെയ്യിക്കുന്നത്. ശരിക്കും കറക്റ്റായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മേത്തോട്ട് സ്നോ വീഴണ ഫീൽ തന്നെയാണ് തോന്നുന്നത്. DJ ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫാമിലീസൊക്കെ ഇറങ്ങി. കുട്ടികളായിട്ടൊക്കെ വന്നവരൊക്കെ കുറച്ച് പേരൊക്കെ ഇറങ്ങിയായിരുന്നു. കാരണം സ്നോഫോളും കൂടി വീടുമ്പോൾ അതിന് മുമ്പ് തന്നെ നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത്രയും ടൈം ആയപ്പോൾ കാലെല്ലാം മരവിച്ച്, കൈയും മരവിച്ചൊക്കെ ഇരിക്കണ്ടായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ സ്നോഫോളും കൂടി വീഴാൻ തുടങ്ങിയപ്പോൾ ഒന്നും കൂടി തണുപ്പ് കൂടി. അപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ ഇറങ്ങി ഓൾറെഡി ആ ടൈമിൽ DJ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഞങ്ങൾ പിന്നെ കുഞ്ഞു കളിക്കുന്നത് കൊണ്ടിട്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് കരുതി ഞങ്ങളങ്ങനെ നിന്ന്. കുഞ്ഞെന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ മാത്രം ഇറങ്ങാമെന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുന് മതിയായി തുടങ്ങി. ഏകദേശം തണുപ്പടിച്ച് നല്ലോണം കൂടുതലായി. അപ്പോൾ പിന്നെ ഒരു കോഫി മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോഫിയും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ 2 മിനിറ്റ് മുമ്പ് തന്നെ ഇറങ്ങി. DJ കഴിയണേക്ക് മുമ്പ് തന്നെ 2 മിനിറ്റ് മുമ്പ് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതെല്ലാം ജാക്കറ്റും എല്ലാം അവിടെ തന്നെ അവർ സെപ്പറേറ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം അഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനെങ്കിൽ. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ മേടിക്കാം അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇത്രയേ ഉള്ളൂ സ്നോ സ്റ്റോമിലെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ, താങ്ക് യു.